നമസ്കാരം. കോവിഡ് മഹാമാരി വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വിപണിയിലെയും സാമ്പത്തിക രംഗത്തും നിലനിൽക്കുന്ന അനിശ്ചിതത്വം കണക്കിലെടുത്ത് സർക്കാരും RBIയും ഒട്ടനവധി ഉത്തേജക പാക്കേജും അനുവദിക്കുന്ന ഈ അവസരത്തിൽ നിക്ഷേപകർക്കുള്ള ആശങ്കകളും ദീർഘകാല നിക്ഷേപങ്ങളുടെ സാധ്യതകൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ജിയോത്തിന്റെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ. നമസ്കാരം സർ. നമസ്കാരം. ഹലോ, വെൽക്കം ടു ദിസ് വെബിനാർ. ഈ വെബിനാറിന്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ സാമ്പത്തിക രംഗത്തും വിപണിയിലും അസാധാരണമായ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ഈ അസാധാരണ അനിശ്ചിതത്വത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ നിക്ഷേപകർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വിശകലനം നടത്തുന്നത്. കോവിഡ് മഹാമാരി ലോക സമ്പദ് വ്യവസ്ഥയെ രൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ്. 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ, ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം ആഗോളതലത്തിൽ ഉണ്ടായിട്ടില്ല. വ്യാപകമായ ലോക്ക്ഡൗൺ കാരണം തൊഴിലില്ലായ്മ മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിൽ വ്യാപകമായിരിക്കുകയാണ്. ലോകമെമ്പാടും തൊഴിലില്ലായ്മ റെക്കോർഡ് നിലയിലാണ്, വളരെ വ്യാപകമായിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത് വലിയ മ്ലാനത നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മഹാമാരിയുടെ സാമ്പത്തിക പ്രത്യാഘാതം എന്തായിരിക്കും, എത്ര കാലം ഇത് നീണ്ടു നിൽക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യതയില്ല, അനിശ്ചിതത്വമുണ്ട് എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാനായ നിക്ഷേപകൻ, ഇതിഹാസ തുല്യനായിട്ടുള്ള വാറൻ ബഫറ്റിനോട് ഈയിടെ ചോദിച്ചു, വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓഫ് ദി COVID-19 ഓൺ ദി അമേരിക്കൻ ഇക്കോണമി എന്ന് ചോദിച്ചപ്പോൾ സാധാരണഗതിയിൽ വളരെ കണിശമായി, കൃത്യമായി, ശുഭാപ്തി വിശ്വാസത്തോടെ സംസാരിക്കുന്ന വാറൻ ബഫറ്റ് പറഞ്ഞത് ഐ ഡോണ്ട് നോ എന്നുള്ളതാണ്. എനിക്കറിയില്ല എന്ന് വളരെ എളിമയോടെ അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അപ്പൊ വാറൻ ബഫറ്റിനെ പോലെയുള്ള ഒരു സാധാരണ വ്യക്തിത്വം, ഒരു പ്രതിഭാശാലി, അദ്ദേഹത്തിന്റെ ഇഗ്നറൻസ് ഇതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ വളരെ എളിമയോട് വേണം ഈ ഒരു പ്രശ്നത്തെ സമീപിക്കാനും അതിനെ പറ്റിയുള്ള വിശകലനം നടത്താനും. IMFന്റെ പ്രൊജക്ഷൻ അനുസരിച്ച് കുറച്ച് മുമ്പ് മഹാമാരി വ്യാപകമായപ്പോൾ അവർ നടത്തിയിട്ടുള്ള ഏപ്രിൽ മാസത്തിലെ പ്രൊജക്ഷൻ അനുസരിച്ച് ഈ വർഷം ആഗോള സമ്പദ് വ്യവസ്ഥ 3% സങ്കോചിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വർഷം തുടങ്ങുമ്പോൾ 3.3% വളർച്ച എന്നുള്ളതായിരുന്നു IMFന്റെ പ്രൊജക്ഷൻ. അതാണ് 3% സങ്കോചം എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് 6.3% ഗ്ലോബൽ GDP ഗ്രോത്തിന്റെ ഡൗൺവേർഡ് റിവിഷൻ. വളരെ അപൂർവമായിട്ട് ഇത് സംഭവിച്ചിട്ട് തന്നെയില്ല എന്ന് വേണം പറയാൻ. ഇതിനു മുമ്പ് എൻ്റെ ഓർമ്മയിൽ ഇത് സംഭവിച്ചിട്ടില്ല, ഇത്രയും വളരെയധികം ഷാർപ്പായിട്ടുള്ള ഒരു ഡൗൺവേർഡ് റിവിഷൻ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെയും വളർച്ചാ നിരക്കിനെ കുറിച്ചിട്ട് അനിശ്ചിതത്വം ഉണ്ട്. അനിശ്ചിതത്വം വ്യക്തമാക്കുന്നതാണ് പല പ്രൊജക്ഷൻസും. ഏപ്രിൽ മാസത്തിലെ IMFന്റെ പ്രൊജക്ഷൻ അനുസരിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1.9% വളരും എന്നുള്ളതാണ് അവരുടെ പ്രൊജക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രൊജക്ഷൻസിന്റെ ഒരു അസംഷൻ മെയ് മാസത്തോടുകൂടി സ്ഥിതിഗതികൾ, മെയ് അവസാനത്തോടെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലായി, ഒരു പരിധി വരെ നിയന്ത്രണത്തിലായി. ജൂൺ ആദ്യത്തോടെ വിപണിയും ഒക്കെ തന്നെ സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ തുറക്കും എന്നുള്ള സങ്കല്പത്തിലാണ് 1.9% വളർച്ച എന്ന IMF ആദ്യം പറഞ്ഞത്. ഇപ്പൊ അതിന് പ്രസക്തിയില്ല. മൂഡീസിന്റെ പ്രൊജക്ഷൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഈ വർഷം വളർച്ചയെ ഉണ്ടാവില്ല, അതായത് 0% ഗ്രോത്ത്. അതാണ് മൂഡീസിന്റെ പ്രൊജക്ഷൻ. അതും ഓപ്റ്റിമിസ്റ്റിക് ആണെന്ന് വേണം പറയാൻ. കാരണം 2 മാസം ഇപ്പൊ നമുക്ക് വലിയൊരു പരിധിവരെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ആയി എന്ന് പറയാം. ഗവൺമെന്റ് സർവീസസ്, ചില ഫൈനാൻഷ്യൽ സർവീസസ്, കൃഷി മുതലായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തനം ഉണ്ടെങ്കിലും കൂടി തന്നെ ബൈ ആൻഡ് ലാർജ് ഇക്കോണമിനെ വ്യാപകമായി ബാധിച്ചിട്ടുണ്ട്. ഒരു റിയലിസ്റ്റിക് എന്ന് പറയാവുന്ന ഒരു പ്രൊജക്ഷൻ വന്നിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആയിട്ടുള്ള
നോമുറയുടെ പ്രൊജക്ഷനാണ്. നോമുറ പറയുന്നത് ഈ വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ വളർച്ച -5% ആയിരിക്കുന്നതാണ്. അതായത് ഇന്ത്യൻ GDP 5% സങ്കോചിക്കും എന്നർത്ഥം. അപ്പോൾ ഈ ഒരു വളരെ വ്യതിയാനം കാണുന്നുണ്ട് പ്രൊജക്ഷൻസിൽ തന്നെ. അതും ഈ അസാധാരണ അനിശ്ചിതത്വത്തിന്റെ ഒരു പ്രതിഫലനമാണ്. അപ്പൊ നമ്മളുടെ വിശകലനം, മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള വിശകലനം ഒക്കെ തന്നെ ഈ അനിശ്ചിതത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം ഇതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരിക, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ശുഭാപ്തി വിശ്വാസം ഉള്ള ചില സൂചകങ്ങളും വരികയുണ്ടായിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും കൂടുതൽ ഹോട്ട്സ്പോട്ട്സ് ആയിട്ടുള്ള യൂറോപ്പിലെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്പെയിൻ മുതലായിട്ടുള്ള രാജ്യങ്ങളിലെ മരണനിരക്കിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കാര്യമായിട്ടുള്ള താഴ്ചയുണ്ടായിട്ടുണ്ട്. കർവ് താഴത്തോട്ട് വരുന്നുണ്ട്. റഷ്യയിലൊക്കെ തന്നെ കാര്യമായ വ്യാപനം ഉണ്ടാവുന്നുണ്ടെങ്കിലും മരണനിരക്ക് വളരെയധികം കുറവാണ്. അപ്പോ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഒരു വാക്സിൻ ഏകദേശം ഒരു വർഷത്തോളം എടുക്കാം. ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കാം. ഇപ്പൊ ഇന്നലേക്ക് തന്നെ മോഡേണ എന്ന US കമ്പനീന്റെ ഒരു പുതിയ വാക്സിൻ ഇഫക്റ്റീവ് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ കഴിയാനുണ്ട്. ഒരു വാക്സിൻ എന്തായാലും ഒരു വർഷത്തോളം സമയം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ വൈറസിന്റെ ശക്തി കുറയാൻ തുടങ്ങും. ഇതിനു മുമ്പും ഒരുപാട് വൈറസുകളൊക്കെ ഉണ്ടായിരുന്നു. വൈറസുകളുടെ മേഴ്സ് ഉണ്ടായിരുന്നു, എബോള ഉണ്ടായിരുന്നു. ഈ വക വൈറസുകളുടെ വിറുലിറ്റി കുറച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറയും. പിന്നെ കുറച്ചൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും കുറയും. അങ്ങനെ കുറയുന്നതോടുകൂടി അടുത്ത വർഷം 2021 സമ്പദ് വ്യവസ്ഥ, ലോക സമ്പദ് വ്യവസ്ഥയും മറ്റ് സമ്പദ് വ്യവസ്ഥയും എല്ലാം തന്നെ തിരിച്ചു വരും, ശക്തമായി തിരിച്ചു വരും എന്നുള്ള വാദഗതിയുണ്ട്. ഇന്ത്യൻ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം ഷാർപ്പ് റിക്കവറിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ചില ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സും ആ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പൊ അനിശ്ചിതത്വത്തെ കുറിച്ച് ഞാൻ ആവർത്തിക്കുമ്പോഴും ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി, ഒരു V ഷേപ്ഡ് റിക്കവറി ആവില്ല, ഒരു ഫ്ലാറ്റ് U ഷേപ്ഡ് റിക്കവറി ഗ്ലോബൽ ഇക്കോണമിയിലും ഇന്ത്യൻ ഇക്കോണമിയിലും മാർക്കറ്റ്സിൽ വേണമെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു V ഷേപ്ഡ് റിക്കവറി. ഇതിന്റെ ഒക്കെ തന്നെ സാധ്യതകൾ ഒന്നും തന്നെ തള്ളിക്കളയാനാവില്ല എന്ന് വേണം ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ആമുഖമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത്, തുടരുന്ന സമയത്തൊക്കെ തന്നെ ഇതിനെ തരണം ചെയ്യാനായിട്ട് സർക്കാരിന്റെ ഒരു ആത്മനിർഭർ പാക്കേജ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു. 5 തവണകളായിട്ടാണ് ഇന്ത്യയിൽ ധനമന്ത്രി ഈ ആത്മനിർഭർ പാക്കേജ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പാക്കേജ് അവതരിപ്പിച്ചത്. ഈ പാക്കേജിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചില പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ്സ് എന്താണെന്നുള്ളത് ചുരുക്കി പറയാം. അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നിക്ഷേപകർ എന്ന നിലയ്ക്കും കൂടെ അത് ഗുണം ചെയ്യും. അതുകൊണ്ട് വളരെ ചുരുക്കി എന്തൊക്കെയാണ് ഈ ആത്മനിർഭർ പാക്കേജിന്റെ പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ്സ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഗവൺമെന്റിന്റെ ശുപാർശ, പ്രധാനമായിട്ടുള്ള പോളിസി പ്രിസ്ക്രിപ്ഷൻ, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. പ്രയോറിറ്റി, നോബഡി ഷുഡ് ഗോ ഹംഗ്രി എന്നുള്ളത്, ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങളുടെയും ഓരോ വ്യക്തിക്കും 5 കിലോഗ്രാം അരി, ഗോതമ്പ്, ധാന്യങ്ങളും 1 കിലോഗ്രാം പൾസസും കൂടെ സൗജന്യമായിട്ട് വിതരണം ചെയ്യാനുള്ള തീരുമാനമാണ് ആദ്യം എടുത്തത്. ഭാഗ്യവശാൽ ഇന്ത്യയുടെ ബഫർ സ്റ്റോക്ക്, ഭക്ഷ്യധാന്യങ്ങളുടെ കരുതൽ ശേഖരം 77 ദശലക്ഷം ടണ്ണാണ്. നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും 3 ഇരട്ടി. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഈ ഒരു ഭക്ഷ്യധാന്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇപ്പോഴും വളരെ എളുപ്പത്തിൽ ചില സംസ്ഥാനങ്ങൾ അതിനകത്ത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അത് എത്തിച്ചു. അത് കേരളം പെടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇത് എത്തിക്കാൻ അവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. വിപണിയിലും ധാരാളമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ അതായിരുന്നു ആദ്യത്തെ പ്രധാനമായിട്ടുള്ള പാക്കേജ്. ഇതിന് സഹായകമായത് നമ്മുടെ ഈ ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആണ് എന്നുള്ളത് ഓർക്കാം. പിന്നെ ഗവൺമെന്റ് ഇപ്പോ സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര വിഭാഗം
കുടുംബങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള പ്രയോറിറ്റി. അതിന് നമുക്ക് വീണ്ടും ഭാഗ്യവശാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിനുള്ള ജൻധൻ അക്കൗണ്ട് ഒക്കെ തന്നെ വളരെ സജ്ജമായതുകൊണ്ട് എളുപ്പത്തിൽ PM കിസാൻ പ്രോഗ്രാമിലൂടെ, അത് നേരത്തെയുള്ള പ്രോഗ്രാമാണ്, ഇപ്പൊ പുതുതായിട്ടുള്ളൊരു സ്റ്റിമുലസ് പാക്കേജ് അല്ല 6000 രൂപ വെച്ച് കൃഷിക്കാർക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഗഡു ഒരു അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് കൃഷിക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ജൻധൻ അക്കൗണ്ടുകളിലൂടെ സ്ത്രീകളുടെ ജൻധൻ അക്കൗണ്ടുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ട് ഒരു 20 കോടി അക്കൗണ്ടുകളിൽ തുക കുറവാണ് എങ്കിലും 20 കോടി അക്കൗണ്ടുകളിലാക്കി ആയിട്ട് പെട്ടെന്ന് പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പ്രായം 60 വയസ്സിൽ കൂടുതലുള്ള ആളുകളുടെ, പിന്നെ കുറച്ച് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ആളാം പ്രതി 1000 രൂപയിൽ കൂടുതൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കാലത്ത് എക്സ്പെൻഡിച്ചർ സെക്രട്ടറി പറഞ്ഞത് ഈ ക്യാഷ് ട്രാൻസ്ഫർ മാത്രം ഈ അക്കൗണ്ടുകളിലൂടെ 30,000 കോടി രൂപയുടെ നടന്നു എന്നുള്ളതാണ്. അപ്പൊ 30,000 കോടി രൂപയുടെ ക്യാഷ് ട്രാൻസ്ഫർ നടന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഉജ്ജ്വല സ്കീമിലൂടെ 3 മാസത്തേക്കുള്ള കുക്കിംഗ് ഗ്യാസ് കണക്ഷൻ അത് വീണ്ടും നീട്ടാനുള്ള സാധ്യതയും ആരായുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു പാക്കേജ് എന്ന് പറയുന്നത് മീഡിയം സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രൈസസ്, മൈക്രോ മീഡിയം ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്, MSMEs ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ഇന്ത്യയിൽ 6.3 കോടി MSMEs ഉണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിലെല്ലാം പാടെ 11 കോടി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. 11 കോടി ആളുകൾ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 11 കോടി കുടുംബങ്ങളുടെ വരുമാന മാർഗമാണ് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ 6.3 കോടി MSMEs നമ്മുടെ ഇന്ത്യയുടെ ഔട്ട്പുട്ടിന്റെ, നാഷണൽ ഔട്ട്പുട്ടിന്റെ 33% വരും, നമ്മുടെ കയറ്റുമതിയുടെ 40% വരും. അപ്പൊ ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഈ MSME മേഖല ഈ ഒരു മഹാമാരിയുടെ ഫലമായിട്ട് ആളെ തളർന്നു എന്ന് പറയുന്നതായിരിക്കും ശരി, തകർന്നു എന്ന് പറഞ്ഞില്ല, വളരെ ശക്തമായിട്ടുള്ള ഒരു തളർച്ചയാണ് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് അവർക്ക് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ തന്നെ ഇൻകർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേസമയം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, കൂലി കൊടുക്കണം എന്നുള്ള അവസ്ഥയിൽ വലിയൊരു ഞെരുക്കാണ് MSMEs ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ബോഡി ബ്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് ഈ MSMEസിനുള്ള ഒരു റിലീഫ് പാക്കേജ് വളരെയധികം അത്യന്താപേക്ഷിതമായി തീർന്നു. ഗവൺമെന്റ് അല്പം വൈകിയാണെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. അത് പ്രധാനമായിട്ടുള്ളത് ഒരുപാട് റിലീഫ് അനൗൺസ്മെന്റ്സ് നടത്തുന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 3 ലക്ഷം കോടി രൂപയുടെ മൊത്തം പാക്കേജാണ്. അത് ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്നതല്ല, ഗവൺമെന്റിന്റെ ഒരു ക്യാഷ് സ്റ്റിമുലസ് അല്ല ഇത്. 3 ലക്ഷം കോടി രൂപയുടെ ഗവൺമെന്റ് ഫുള്ളി ഗ്യാരണ്ടീഡ് ക്രെഡിറ്റ്, ബാങ്കുകളാണ് പണം കൊടുക്കുന്നത്. പക്ഷേ ആ ബാങ്കുകളിൽ കൊടുക്കുന്ന ആ വായ്പ 100% ഗവൺമെന്റ് ഗ്യാരണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ധൈര്യമായിട്ട് വായ്പ കൊടുക്കാം. കുറച്ച് കഴിയുന്ന സമയം 4 വർഷത്തേക്കുള്ളതാണ്. ഭാവിയിൽ MSMEസിന് അതിന് തിരിച്ചടവ് ബുദ്ധിമുട്ടോ ഉണ്ടാവുകയാണെങ്കിൽ ആ പണം ബാങ്കുകൾക്ക് സർക്കാർ കൊടുക്കും എന്നുള്ളതാണ് ഈ ഒരു പാക്കേജിന്റെ ഒരു സവിശേഷത. അതിനോടൊപ്പം തന്നെ വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള വേറൊരു പാക്കേജ് ഈ കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള ഒരു പാക്കേജാണ്. കുടിയേറ്റ തൊഴിലാളികളുടെ ദുരവസ്ഥ വളരെ ഹൃദയഭേദകമായിട്ടുള്ള ദുരവസ്ഥയാണ് നമ്മുടെ TV-യിൽ കാണുന്നതാണ്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള വികസനവും കൂടുതൽ ഉണ്ടായിരുന്നത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലും ഒക്കെ ആയതുകൊണ്ടാണ് ഇന്ത്യയുടെ ബീമാരു സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ബീഹാർ, മധ്യപ്രദേശ്, ആസാം, രാജസ്ഥാൻ, UP, അതാണ് ബീമാരു എന്ന് പറയുന്നത്. ഈ ബീമാരു സ്റ്റേറ്റ്സ് നിന്നാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റ തൊഴിലാളികൾ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വന്നത്. അപ്പൊ നമ്മുടെ ഈ വികസനത്തിന്റെ ഒരു പോരായ്മയും കൂടെ ഇത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു സെൻട്രൽ സ്റ്റേറ്റ്സിലൊക്കെ തന്നെ വേണ്ട രീതിയിലുള്ള വികസനവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാത്തത് കൊണ്ടാണല്ലോ
ഈ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ ഇവർക്ക് കുടിയേറേണ്ടി വന്നത്. അതും കൂടി നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഈ കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള ഫ്രീ റേഷൻ, സ്ട്രീറ്റ് വെൻഡേഴ്സിനുള്ള സ്ട്രീറ്റ് ഈസ് ദ ലാർജസ്റ്റ് എംപ്ലോയർ എന്ന് പറയും. കൃഷി കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് എംപ്ലോയർ സ്ട്രീറ്റ്സ് ആണ്, വഴിയോര കച്ചവടക്കാരൊക്കെ തന്നെ. അവർക്കും ചില ക്രെഡിറ്റ് പാക്കേജസ് ഒക്കെ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അവസാനത്തെ പ്രഖ്യാപനത്തിൽ വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു വർദ്ധിപ്പിച്ച ഔട്ട്ലേ ആണ്. ഈ വർഷത്തെ ബജറ്റിൽ 61,000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്തിയിരുന്നത്. അതിൽ ഗണ്യമായിട്ടുള്ളൊരു വർധനവാണ് നടത്തിയിരിക്കുന്നത്. 40,000 കോടി രൂപ കൂടുതലായിട്ട് മൺരേഖയ്ക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുടിയേറ്റ തൊഴിലാളികളൊക്കെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ കയ്യിലേക്ക് പണം എത്തിക്കാൻ ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് നടത്തിയിട്ടുള്ള കൂടുതൽ അലോക്കേഷൻ സഹായിക്കും എന്ന് വേണം കരുതാൻ. പിന്നെ സംസ്ഥാനങ്ങൾക്ക് കടം വാങ്ങിക്കാനുള്ള അവരുടെ കടമെടുപ്പിന്റെ ഒരു പരിധി സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള ആ പരിധി ഉയർത്തണം എന്നുള്ളത്. നമ്മുടെ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെന്റ് ആക്ട് പ്രകാരം, FRBM ആക്ട് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 3% വരെയാണ് കടമെടുക്കാനുള്ള അനുവാദമുള്ളൂ. പക്ഷെ അത് ചില സാധാരണമായ സാഹചര്യങ്ങളിൽ മാറ്റാം എന്നുള്ളതുണ്ട്. പക്ഷെ 5% ആക്കണമെങ്കിൽ FRBM ആക്ടിന്റെ ഒരു അമെൻമെന്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പൊ കേരള ഗവൺമെന്റിന്റെ ഒക്കെ തന്നെ പ്രധാനമായിട്ടുള്ള ആവശ്യം കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു. ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് അത്. കാരണം ഈ ഒരു കൊറോണയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് സംസ്ഥാന സർക്കാരാണ്. അവരാണ് ബാറ്റിൽ ഫീൽഡിൽ മുൻപന്തിയിലുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചെലവുകളൊക്കെ തന്നെ വഹിക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരുകൾക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ 3% എന്നുള്ള 5% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറെ കണ്ടീഷണാലിറ്റീസ് ഉണ്ട്. 3 തൊട്ട് 3.5 വരെ ഒരു ഉപാധികതയും ഇല്ലാതെ കൂടുതൽ കടം വാങ്ങാം. പിന്നെ 3.5-ന്ന് 4.5, 4.5-ന്ന് 5-ലേക്കും പോകണമെങ്കിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നല്ലതാണ് ആ കണ്ടീഷൻസ് എന്ന അഭിപ്രായമാണ് എനിക്ക് പേഴ്സണലായിട്ട്. അപ്പൊ ആ കണ്ടീഷൻസിലൂടെ 3.5-ന്ന് 4.5% പിന്നീട് 5% ഉയർത്താൻ സാധിക്കും. പിന്നീട് ഈ കടബാധ്യതയൊക്കെ അടച്ചു തീർക്കുക എന്നുള്ള ഒരു വലിയ ബാധ്യത വരുന്നുണ്ട്. തൽക്കാലം സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു പാക്കേജ് ആണ് എന്ന് വേണം കരുതാൻ. വിപണിയെ സംബന്ധിച്ചിടത്തോളം, സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞത്, അതും ആ ഒരു 5ാമത്തെ ഘടുവായിട്ട് ധനമന്ത്രി അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു ഉത്തേജനമാണ്. എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കോർ സെക്ടറിലൂടെ സ്ട്രാറ്റജിക് തന്ത്രപ്രധാനമായിട്ടുള്ള ചില മേഖലകളിൽ സ്വകാര്യ മേഖലയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു നിക്ഷേപ സാധ്യതകളും അവസരങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതില് ഗവൺമെന്റ് ഒരു പോളിസി ചേഞ്ച് തന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. അതില് ഈ സ്ട്രാറ്റജിക് മേഖലയിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ചുരുങ്ങിയത് ഒരു പൊതുമേഖലാ സ്ഥാപനം എല്ലാ മേഖലയിലും ഉണ്ടാവും. പരമാവധി 4 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 4-ൽ കൂടുതലുള്ളത് ചിലപ്പോൾ മെർജേഴ്സിലൂടെ 4 ചുരുക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്സിനുള്ള സാധ്യതയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും ഈ സ്ട്രാറ്റജിക് ഏരിയ തന്നെ കൂടുതൽ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം. അത് മാത്രമല്ല, നോൺ കോർ ഏരിയാസിൽ സ്വകാര്യ മേഖലാ നിക്ഷേപം കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളും ഇതിന്റെ കൂടെയുണ്ട്. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് പ്രത്യേകിച്ച് കൽക്കരി മേഖലയിൽ കൂടുതൽ ഒരു തുറന്ന സമീപനം, ഉദാര സമീപനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പക്ഷേ 2 വർഷം മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു അടിയന്തര ഘട്ടത്തിൽ കൂടുതൽ റീഫോംസ് നടപ്പിലാക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടെ കൂടുതൽ മുന്നേറ്റങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ഡിഫൻസിലൊക്കെ തന്നെ, ഡിഫൻസിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്, FDI ഇൻ ഡിഫൻസ്,
അത് 49% നിന്ന് 74% വർദ്ധിപ്പിച്ചത് വളരെ വിപണിയെ സംബന്ധിച്ചിടത്തോളം ചില കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വളരെയധികം നല്ല ഒരു നീക്കമാണ്. കാരണം 74% FDI എന്ന് പറയുന്ന സമയത്ത് ഫോറിൻ കമ്പനീസിന് ടെക്നോളജി ട്രാൻസ്ഫറിന് യാതൊരു വിഷമവും ഉണ്ടാവില്ല. അവരുടെ കയ്യിൽ മെജോറിറ്റി സ്റ്റേക്ക് ഇല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ നടക്കില്ല. അതാണ് ലോകാനുഭവം. അപ്പോൾ ടെക്നോളജി ട്രാൻസ്ഫറിന് 50%-ലും കൂടുതലുള്ള ഒരു FDI അനുവദിക്കണം. അപ്പോൾ അത് 74% ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചില ഈ സ്ട്രാറ്റജിക് ഏരിയാസിലെ ഡിഫൻസ് പ്രൊഡക്ഷനിലൊക്കെ തന്നെ വളരെയധികം ഇപ്പൊ തന്നെ മുന്നേറിയിട്ടുള്ള എഞ്ചിനീയറിംഗ് കമ്പനീസ് ഒക്കെ തന്നെ നമുക്കുണ്ട്. അപ്പൊ ഇതിനെ വളരെ സ്വാഗതം ചെയ്തിട്ടാണ് ഭാരത് ഫോർജിന്റെ ചെയർമാൻ ആയിട്ടുള്ള ബാബ കല്യാണി സംസാരിച്ചത് TV-യിൽ അതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ. അപ്പൊ ഒരുപാട് നല്ല കമ്പനികൾ ഇന്ത്യയിലുണ്ട്. ഈ മേഖലകളിൽ വിദേശ കമ്പനികളുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചേഴ്സിലൂടെ വലിയ നിക്ഷേപവും ഉത്തേജനവും പ്രതീക്ഷിക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഉത്തേജനം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയെ തുറക്കുക എന്നുള്ളതാണ്. സമ്പദ് വ്യവസ്ഥയെ തുറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക വളർച്ചയുണ്ടാവും, കമ്പനികളുടെ ഏർണിങ്സ് തിരിച്ചു വരും. ഇപ്പോ നടക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി, ഒരു തർക്കം ഈ ഒരു പാക്കേജിന്റെ വലുപ്പത്തെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയപ്പോൾ പറഞ്ഞത് 20 ലക്ഷം കോടി രൂപയുടെ സ്റ്റിമുലസ് പാക്കേജ് എന്നുള്ളതാണ് പറഞ്ഞത്. 20 ലക്ഷം കോടി രൂപയുടെ സ്റ്റിമുലസ് പാക്കേജ് എന്നുള്ളത് 20 ലക്ഷം കോടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് സർക്കാരിന്റെ ഫിസ്ക്കൽ സ്റ്റിമുലസും റിസർവ് ബാങ്കിന്റെ മോണിറ്ററി സ്റ്റിമുലസും മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ചില പദ്ധതികളും എല്ലാം അടങ്ങുന്നതാണ്. സർക്കാരിന്റെ മാത്രം ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജ് എന്ന് പറഞ്ഞാൽ 1% കൂടുതൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ 10% GDP-യുടെ 10% വരുന്ന പാക്കേജ് എന്ന് പറയുന്നത് അല്പം അതിശയോക്തിയാണ് സർക്കാരിന്റെ പാക്കേജ് എന്ന് പറയുമ്പോൾ. ഇതില് മോണിറ്ററി സ്റ്റിമുലസ് വരുന്നത് എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യയിൽ മാത്രമല്ല, മോണിറ്ററി സ്റ്റിമുലസ് വരുന്നത് സെൻട്രൽ ബാങ്കിൽ നിന്നാണ്. വികസിത രാജ്യങ്ങളിലും അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലെ രാജ്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് സെൻട്രൽ ബാങ്കാണ് കൂടുതൽ പണം സൃഷ്ടിച്ച് മോണിറ്ററി സ്റ്റിമുലസ് നടത്തുന്നത്. അപ്പൊ മോണിറ്ററി സ്റ്റിമുലസ് ഈസ് ഫ്രം ദി സെൻട്രൽ ബാങ്ക്, ഫിസ്ക്കൽ സ്റ്റിമുലസ് ഈസ് ഫ്രം ദ ഗവൺമെന്റ്. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ ഒരു 10% വരുന്നത് എന്നുള്ള കാര്യം ശരിയാണ്. അപ്പൊ 10%-ന്റെ സർക്കാർ പാക്കേജ് എന്ന് പറയുന്നത് അതിശയോക്തിയാണ്, തർക്കമൊന്നുമില്ല. നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, വികസിത രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പാക്കേജിനെ പോലുള്ളൊരു വളരെ ബൃഹത്തായിട്ടുള്ള പാക്കേജ് വികസ്വര രാജ്യങ്ങൾക്ക്, ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് സാധ്യമല്ല. കാരണം നമുക്ക് അതിനുള്ള വിഭവങ്ങളില്ല. ഇപ്പൊ IMF-ന്റെ കണക്കനുസരിച്ച് എമർജിങ് ഇക്കോണമീസിന്റെ പാക്കേജ്, ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജ് 2.5%. അപ്പൊ അതേസമയത്ത് US-നെ സംബന്ധിച്ചിടത്തോളം 10%. ജപ്പാൻ അതിനേക്കാളും കൂടുതലാണ്. ഇപ്പൊ US-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഫ്രീ ലഞ്ച് ഉണ്ടെന്ന് പറയാം. നമ്മൾ ഇക്കണോമിക്സിൽ there is no free lunch എന്ന് പറയെങ്കിലും കൂടി തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കറൻസി ഡോളർ ലോകത്തിന്റെ റിസർവ് കറൻസിയാണ്. ആ റിസർവ് കറൻസി എത്ര വേണമെങ്കിലും അവർക്ക് അടിക്കാൻ സാധിക്കും. ഇപ്പൊ ഇത്ര അടിച്ചിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്, ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് 2008-ലെ ആ ക്രൈസിസിന്റെ സമയത്താണ് വലിയ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഫെഡറൽ റിസർവ് സിസ്റ്റം, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഒക്കെ ചെയ്തത്. അതിനേക്കാൾ 4 ഇരട്ടിയാണ് ഇപ്പോ യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ലോകത്തിലെ മറ്റ് സെൻട്രൽ ബാങ്കുകളും ഫെഡ് എല്ലാം പാടെ നടത്തുന്നത്. അപ്പൊ അത്രയധികം പണം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അത് അവർക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കറൻസിയാണ് റിസർവ് കറൻസി, ഗ്ലോബൽ റിസർവ് കറൻസി എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോഴും അമേരിക്കയിലത്തെ 10-year ബോണ്ട് ഈൽഡ്, US 10-year ബോണ്ട് ഈൽഡ് 0.5% വരെ വന്നു. ഇപ്പൊ അത് 0.7%-ലാണ്. ലളിതമായി പറയുന്നത് അതിന്റെ അർത്ഥം എന്താ അറിയോ? ലോകത്തിലെ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കക്ക് 10 വർഷത്തേക്ക് 0.7% പലിശയ്ക്ക് കട അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വളരെയധികം ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഉള്ളത്. They can print their way out of the crisis. അതുപോലെ വികസ്വര രാജ്യങ്ങൾക്ക് പറ്റില്ല. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ജപ്പാൻ കഴിഞ്ഞ 2 ക്വാർട്ടറിലായിട്ട് ഓൾറെഡി അവര് മാന്ദ്യത്തിലാണ്. 2% വിലക്കയറ്റം എത്തിക്കാൻ വേണ്ടി അവർ കഠിന ശ്രമം നടത്തിയിട്ടും സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇതൊക്കെ AAA ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള രാജ്യങ്ങളാണ്. അവർക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് താഴെ പോകുന്നതിനെ ഭയക്കേണ്ടതായിട്ടില്ല. എമർജിംഗ് മാർക്കറ്റ്സിന് അങ്ങനെയല്ല. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചോളം ആണെങ്കിൽ ഇന്ത്യയുടെ
മൊത്തം കമ്പൈൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ സുബ്ബറാവു അടുത്ത് നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റുകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും കമ്പൈൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഈ വർഷം 12-13% ഇടയിലായിരിക്കുന്നതാണ്. ഇത് എമർജിംഗ് ഇക്കോണമീസിലെ ഏറ്റവും ഉയർന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമായിട്ടുള്ള വേറൊരു മാനദണ്ഡം, ഒരു മാക്രോ ഇക്കണോമിക് ഇൻഡിക്കേറ്റർ ഡെറ്റ് ടു GDP റേഷ്യോ ആണ്. നമ്മുടെ പൊതുകടം നമ്മുടെ GDPയുടെ എത്ര ശതമാനമാണ് എന്നുള്ളതാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 70%. ഇനി സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഈ ഒരു ഭീമമായിട്ടുള്ള കടമെടുപ്പിന്റെ ഫലമായിട്ട് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ അത് ഈസി ആയിട്ട് 80% എത്തും. അപ്പൊ ഈ 70% കവിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു ഫ്രജൈൽ മാക്രോ ഇക്കണോമിക് സെനാരിയോ ആണത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ഈ സർക്കാരിന്റെ പൊതുചെലവ് ഗണ്യമായി വർദ്ധിപ്പിച്ച് ഫിസിക്കൽ ഡെഫിസിറ്റ് വർദ്ധിപ്പിച്ച് ആ ഫിസിക്കൽ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് കറൻസിയൊക്കെ അടിച്ചിട്ട് ഒരു പരിധി വരെ ആവാം, പക്ഷെ ഒരു യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഡെഫിസിറ്റിനെ മോണിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രെഡിറ്റ് റേറ്റിംഗ് ഡൗൺഗ്രേഡ് ഉണ്ടാവും. അടുത്ത കാലത്ത് തന്നെ ഇന്തോനേഷ്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഔട്ട്ലുക്ക് ഒരു നോച്ച് താഴ്ത്തുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡിലെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ്. ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡില് ഇനി ഒരു നോച്ച് താഴ്ത്തി വന്നാൽ നമ്മൾ ജങ്ക് സ്റ്റേറ്റസിലേക്ക് പോകും. അങ്ങനത്തെ ജങ്ക് സ്റ്റേറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ വിപണികളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ വലിയ തോതിലുള്ള വിൽപ്പന ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ രൂപയുടെ മൂല്യത്തിൽ വലിയ തകർച്ചയുണ്ടാവും. നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തകർച്ച രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാവും. അത് തന്നെ ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് വലിയ തോതിലുള്ള ഒരു ഫിസിക്കൽ സ്റ്റിമുലസ് പാക്കേജ്, അത് സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നോക്കുന്ന സമയത്ത് അത് വളരെയധികം അനിവാര്യമാണ്, അഭിലഷണീയമാണ് എന്ന് തോന്നിയേക്കാമെങ്കിലും കൂടി തന്നെ ഒരു ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അത് ചെയ്യുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യാനാണ് സാധ്യത എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വെളുക്കാൻ തേച്ചത് പാണ്ടാവരുതല്ലോ. അതാണ് ഗവൺമെന്റ് കൂടുതൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ദ പാക്കേജ് ഈസ് ഫ്രം ദ സോഷ്യൽ പെർസ്പെക്റ്റീവ് ഇനാഡിക്വേറ്റ്, തർക്കമില്ല കാര്യത്തിൽ. ബട്ട് ഫ്രം ദി ഫിസിക്കലി റെസ്പോൺസിബിൾ ആംഗിൾ ഇറ്റ് ഈസ് ഫിസിക്കലി റെസ്പോൺസിബിൾ. അതുകൊണ്ടുകൂടിയാണ് വിപണിക്ക് കുറച്ചൊരു ശക്തി ഉണ്ടാവുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി സമ്പദ് വ്യവസ്ഥയുടെ ഏത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അനിശ്ചിതമാണെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും കൂടി തന്നെ അടുത്ത വർഷത്തോടെ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ധനകാര്യ പ്രതിസന്ധി ഏതൊക്കെ മേഖലകളെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്ന് വളരെ ചുരുക്കി ഒന്ന് പരിശോധിക്കാം. ഓഹരി വിപണിയിൽ ഓൾറെഡി ഇത് എൻ്റെ റിഫ്ലക്ഷൻ കണ്ടു കഴിഞ്ഞു. മുമ്പ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് എഴുതിയിട്ടുള്ള ലെറ്ററുകളിലും ചില ട്വീറ്റുകളിലൊക്കെ തന്നെ ഇതിനെ കുറിച്ചിട്ട് അല്പം വിശദീകരിക്കുകയുണ്ടായിരുന്നു. സമസ്ത മേഖലകളിലും ചില 1-2 സെക്ടേഴ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ മേഖലകളെയും ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. ധനകാര്യ മേഖലയെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ബാങ്കിങ് ഓഹരികളുടെ വില തകർച്ച അത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ട്രാവൽ ടൂറിസം ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് വ്യോമയാനം, അതിനൊക്കെ തന്നെ വ്യാപകമായിട്ട് നമുക്കറിയാൻ നല്ല തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ഹോട്ടൽ ഇൻഡസ്ട്രി, റെസ്റ്റോറൻറ്റ്, ട്രേഡ്, ഓട്ടോമൊബൈൽസ്, ഇതൊന്നും മുമ്പ് ഇല്ലാത്ത രീതിയിൽ ഏപ്രിൽ മാസം മുഴുവനും വാഷ് ഔട്ട്. മെയ് മാസത്തിൽ ചെറുതായിട്ട് ചില മേഖലകൾക്ക് തുറന്നെങ്കിൽ കൂടി തന്നെ ഒരു വാഷ് ഔട്ട് എന്ന് തന്നെ പറയാം. അപ്പൊ ഈ മേഖലകളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ച മേഖലകളൊക്കെ തന്നെ കാര്യമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ ഇപ്പൊ കടന്നു പോകുന്ന മേഖലകളാണ്. ചുരുക്കം ചില മേഖലകൾക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. IT വ്യവസായം ഉദാഹരണത്തിന് ഒരു സേഫ് സെഗ്മെന്റ് ആണ്. കാരണം എളുപ്പത്തിൽ വർക്ക് ഫ്രം ഹോം സാധ്യമാണ് IT സെഗ്മെന്റ്. ഇന്ന് കാലത്തെ
HCL ടെക്നോളജീൻ്റെ CEO ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് 96% വർക്കിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് ഫ്രം ഓഫീസ് പ്ലസ് വർക്ക് ഫ്രം ഹോം അതിൻ്റെ ഒരു ഹൈബ്രിഡ് സ്ട്രാറ്റജിയാണ് അവിടെ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വളരെ രസകരമായിട്ടൊരു കാര്യം, ഏപ്രിൽ മാസത്തിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി 12% വർദ്ധിച്ചു എന്നതാണ്. ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ IT വ്യവസായത്തിന് കാര്യമായിട്ടുള്ള ഒരു വിപരീതമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ദാറ്റ് ഈസ് എ സേഫ് സെക്ടർ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അതിൽ എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും ടോപ്പ് ക്വാളിറ്റി നെയിംസിൽ മാത്രമായിരിക്കണം ഈ സാഹചര്യത്തിൽ. പിന്നെ കാര്യമായിട്ടൊരു ഗുണം ഉണ്ടായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ ബ്രോഡ്ലി, ഫാർമസ്യൂട്ടിക്കൽസ് ഇൻ പെർട്ടിക്കുലർ. ഇന്ന് ചൈന ലോകത്തിന് വൈറസ് കൊടുത്ത സമയത്ത് ഇന്ത്യ ലോകത്തിന് മരുന്നുകൾ കൊടുത്തു എന്നുള്ളത് പൊതുവെ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ 2019-20 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ്റെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്സ് $20.5 ബില്യൺ. 170 രാജ്യങ്ങളിലേക്ക് നമ്മൾ മരുന്നുകൾ കയറ്റുമതി ചെയ്തു എന്നുള്ളത് വലിയൊരു വിജയമായിട്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ട്രയംഫ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഈ വർഷം അതിനേക്കാളും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉൽപാദനത്തേക്ക് തന്നെ കുറച്ച് ബാധിച്ചെങ്കിലും കൂടി തന്നെ ഡിമാൻഡ് ഫോർ മെഡിസിൻസ് ഗ്ലോബലി ഈസ് ഇൻക്രീസിങ് ആൻഡ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഈസ് എക്സ്പ്ലോയിറ്റിംഗ് ദാറ്റ് സിറ്റുവേഷൻ. അപ്പോൾ അതൊരു നല്ല മേഖലയാണ്. നമുക്കറിയാം കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി അമേരിക്കയിലത്തെ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റീൻ്റെ ചില റെസ്ട്രിക്റ്റീവ് നയങ്ങൾ, സർക്കാരിൻ്റെ റെസ്ട്രിക്റ്റീവ് നയങ്ങളൊക്കെ കാരണം കാര്യമായിട്ടുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിൽ വലിയ കാര്യമായിട്ടൊരു മാറ്റം ഉണ്ടായിരിക്കുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വലിയൊരു തിരിച്ചുവരവ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഹരി വിപണികളിൽ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീൻ്റെ ഓഹരികളിൽ അത് ഓൾറെഡി പിന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഒക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ, പിന്നെ പല അബ്രീവിയേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയുടെ മുകളിൽ ആശ്രയിക്കാതെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിലൊക്കെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അല്ല, ശരിക്കും ഈ ഒരു പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത് ടെലികോം സെക്ടറിനാണ്. ടെലികോം സെക്ടർ ഈസ് എ വെരി ക്ലിയർ വിന്നർ. കാരണം വർക്ക് ഫ്രം ഹോം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എക്സ്പ്ലോസീവ് ഗ്രോത്ത് ആണ് വർക്ക് ഫ്രം ഹോമിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ഡേറ്റ കൺസംഷനിലും ഒരു എക്സ്പ്ലോസീവ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ക്ലയൻസിന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ട്വീറ്റിലൂടെയും ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഓൾറെഡി ഇത് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ചില ഓഹരികളുടെയൊക്കെ തന്നെ വിലകളിൽ ഭാരതി എയർടെൽ ഇന്ന് 600 രൂപ വരെയൊക്കെ ഓഹരിയുടെ വില വന്നു. ആ ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു 30% അപ്രീസിയേഷൻ ചില സ്റ്റോക്സിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ടെലികോം ഈസ് എ ക്ലിയർ വിന്നർ. അപ്പോൾ അതിലെ പ്രധാനമായിട്ടുള്ള 2 names in that sector that should be an essential ingredient in all portfolio. സേഫ് ആണ്. പക്ഷെ അത് ഓർക്കണം, നമ്മൾ എപ്പോഴും മാർക്കറ്റ് വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ആ റെസ്പോൺസ് ഓൾറെഡി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള സെഗ്മെന്റ്സ് തൽക്കാലത്തേക്ക് എയർ ട്രാവൽ, ഹോട്ടൽ റിലേറ്റഡ് സെക്ടേഴ്സ് ഒക്കെയാണ്. പിന്നെ നമ്മൾ ഫൈനാൻഷ്യൽസ് എടുക്കുന്ന സമയത്ത് ഫൈനാൻഷ്യൽസിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, അതിൽ നിന്ന് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, മീഡിയം സ്മോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, NBFCs ഉണ്ട്. NBFCസിൽ തന്നെ പല തരത്തിലുള്ള NBFCs ഉണ്ട്. ട്രാൻസ്പോർട്ട് ഫിനാൻസ് കമ്പനീസ് ഉണ്ട്, ഗോൾഡ് ലോൺ ഫിനാൻസ് കമ്പനീസ്. ഗോൾഡ് ലോൺ കമ്പനികൾ നമുക്കറിയാം, ഗോൾഡ് ലോൺ കമ്പനീസിന് എപ്പോഴും ഈ ഒരു സോഷ്യൽ സ്ട്രെസ്, ഇക്കണോമിക് സ്ട്രെസ് ഉള്ള സമയത്ത് അവരുടെ ബിസിനസ് വർദ്ധിക്കുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട കമ്പനികളുടെയൊക്കെ തന്നെ പ്രവർത്തനം ഈ വരുന്ന വർഷങ്ങളിൽ അവരുടെ വളർച്ചയും ലാഭവും ഒക്കെ തന്നെ കൂടാനാണ് സാധ്യത. ബാങ്കിങ് മേഖലയിൽ വളരെ സമ്മിശ്രമായിരിക്കും പ്രതിഫലനം. ഓൾറെഡി ഒരു സംശയമില്ലാത്തൊരു കാര്യം പറയാൻ സാധിക്കും, ഈ ഒരു പ്രതിസന്ധിയുടെ ഫലമായിട്ട് ഒരുപാട് ബിസിനസ് ബാങ്ക്രപ്സീസ് ഉണ്ടായിരിക്കും. ബിസിനസ് വലിയൊരു ഡൗൺ സ്വിങ്ങിലേക്ക് പോകും, ബാങ്ക്രപ്സീസ് ഉണ്ടായിരിക്കും, ലോൺ തിരിച്ചടവിൽ കാര്യമായിട്ടുള്ള വീഴ്ചകൾ സംഭവിക്കും. അപ്പൊ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ബാങ്കുകളുടെ NPAs വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓഹരികളുടെ
ബാങ്കിങ് ഓഹരികളുടെ വിലകളിൽ കാര്യമായിട്ടുള്ള താഴ്ചയുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് തന്നെ വാസ്തവത്തിൽ നല്ലൊരു നിക്ഷേപ അവസരമായിട്ട് മാറിക്കൂടാന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ടെലികോം നല്ല അട്രാക്റ്റീവ് സെക്ടറാണ്, ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇക്കോണമിയിൽ ഒരു റിക്കവറി വരുമ്പോൾ ഈ ബാങ്കിങ് സെക്ടറിലുള്ള ടോപ്പ് നെയിംസിൽ ഷാർപ്പ് റിക്കവറിക്കുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് അധികം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ തന്നെ ടോപ്പ് ക്വാളിറ്റി നെയിംസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ടോപ്പ് 3 ബാങ്ക്സ് ഓർ മാക്സിമം 4 ബാങ്ക്സ്, നോട്ട് മോർ ദാൻ ദാറ്റ്. കാരണം ഈ ബാങ്കുകൾ അവർക്ക് നല്ല ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിന്റെ 2 ക്വാർട്ടറിന്റെ 3 ക്വാർട്ടറിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയിട്ടല്ല അവിടെ നിക്ഷേപിക്കേണ്ടത്. ഈ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ് നിക്ഷേപിക്കേണ്ടത്. ഇതിൽ ടോപ്പ് ക്വാളിറ്റി നെയിംസിലൊക്കെ തന്നെ നല്ല ലാഭമുള്ള ശക്തമായിട്ടുള്ള ബാലൻസ് ഷീറ്റുള്ള ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റുന്ന ശക്തമായിട്ടുള്ള ബാങ്കുകളാണ്. ഈ ബാങ്കുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അവസരത്തിനെ മുതലെടുക്കാൻ സാധിക്കും. റീപ്പോ റേറ്റ് 4.4% മാത്രമേ ഉള്ളൂ. 4.4%-ന് റിസർവ് ബാങ്കിന്റെ അടുത്ത് നിന്ന് പണം കടം വാങ്ങിയിട്ട് നല്ല ക്ലയൻസ് കസ്റ്റമേഴ്സിന് പണം കടം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ല ലാഭസാധ്യത അവിടെ ഉണ്ട്. അപ്പൊ ബാങ്കിങ് ഒരു അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉള്ള ഒരു സെഗ്മെന്റ് ആണെങ്കിലും കൂടി തന്നെ അതിലെ ക്വാളിറ്റി നെയിംസ് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് എന്നുള്ളതും കൂടെ ഓർക്കണം. അവിടെയൊക്കെ തന്നെ എവറി ഡിപ്പ് ഹാസ് ടു ബി യൂസ്ഡ് ടു പർച്ചേസ് സ്റ്റോക്സ്, ദ ക്വാളിറ്റി നെയിംസ്. പിന്നെ ഐ ടി നേരത്തെ ഞാൻ പറഞ്ഞു അത് കൂടുതൽ ഒരു സേഫ് സെഗ്മെന്റ് ആണ്. സേഫ്റ്റിക്ക് മാത്രമല്ല റുപ്പി ഡിപ്രീസിയേഷനും ഐ ടി എക്സ്പോർട്സിന്റെ കാര്യമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞു. അതുകൂടാണ്ട് ഫാർമസ്യൂട്ടിക്കൽസ്. അതേപോലെ തന്നെ എഫ് എം സി ജിക്ക് എപ്പോഴും ഒരു ഡിഫെൻസീവ് ആണ്. എഫ് എം സി ജിന്റെ ഡിമാൻഡിൽ ഇപ്പൊ ഡിസ്ക്രിഷണറി കൺസംഷൻ കുറയുന്ന പോലെ എഫ് എം സി ജി കൺസംഷൻ കുറയില്ല. അപ്പൊ എഫ് എം സി ജിയിലെയും ഒരു ടോപ്പ് ക്വാളിറ്റി നെയിംസ് ഒക്കെ തന്നെ, അതിലും ടോപ്പ് ക്വാളിറ്റി നെയിംസ് ഈ കൺസിസ്റ്റന്റ് കോമ്പൗണ്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ നമ്മുടെ എഫ് എം സി ജികളിലുണ്ട്. അപ്പൊ അതിലെ ടോപ്പ് നെയിംസിൽ വാല്യൂ ഇൻവെസ്റ്റേഴ്സ്, സാധാരണ വാല്യൂ ഇൻവെസ്റ്റ്മെന്റിൽ പറയാറുള്ളതാണ് വാല്യൂ ക്രിയേറ്റേഴ്സ്, കൺസിസ്റ്റന്റ് കോമ്പൗണ്ടേഴ്സ്. അതായത് ഒരുപാട് ബ്രാൻഡ് നെയിംസ് ഇന്ത്യയിലുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവറും ഡാബറും മാരിക്കോവും ഗോദ്രേജ് കൺസ്യൂമറൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് എഫ് എം സി ജി സെഗ്മെന്റിൽ നല്ല റിട്ടേൺസ് കൊടുത്തിട്ടുള്ള കമ്പനികളാണെന്ന് നമുക്കറിയാം. എഫ് എം സി ജിയിൽ മാത്രമല്ല, അതുപോലെ തന്നെ പെയിന്റുകളിൽ, അഡ്ഹേസീവ്സിൽ ഏഷ്യൻ പെയിന്റ്സിനെ പോലെ, പ്യൂരിലൈറ്റ് ഇൻഡസ്ട്രീസിനെ പോലെ. ഞാനിത് ഉദാഹരണങ്ങൾ പറയുന്നത് അതിലെ സൂചനകളായിട്ടാണ്, അത് നിക്ഷേപ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ഭാവിയിൽ ദീർഘകാലത്തിൽ എത്രമാത്രം ഈ വക കമ്പനികളൊക്കെ കമ്പൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന നൽകാനും കൂടിയാണ്. മാത്രമല്ല ഈ വക ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ഒക്കെ തന്നെ എപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വാങ്ങിക്കുന്നത് നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫാർമസ്യൂട്ടിക്കൽസ്, ടെലികോം, ഐ ടി, എഫ് എം സി ജി, ഇത് ഒരു ശ്രദ്ധിക്കേണ്ട അനുകൂലമായിട്ടുള്ള മേഖലകളാണ്. ഒഴിവാക്കേണ്ടത് അധികവും ഡിസ്ക്രിഷണറി കൺസംഷനാണ്. ട്രാവൽ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, അതുമായി ബന്ധപ്പെട്ട മേഖലകൾ. ഓട്ടോമൊബൈൽസിനും കാര്യമായിട്ടുള്ള ക്ഷീണമുണ്ട്. പക്ഷെ അത് ടെമ്പററി ആവാനാണ് സാധ്യത. അത് സ്റ്റോക്ക് പ്രൈസിലും കാര്യമായിട്ടുള്ള കറക്ഷൻ അത് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ നല്ല ഓഹരികൾ നോക്കിയിട്ട് ഓഹരികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മ്യൂച്വൽ ഫണ്ടുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ നിക്ഷേപം നടത്തുന്നത് വളരെയധികം ഉചിതമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ. മാത്രമല്ല സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തുടർന്ന് കൊണ്ടുപോകണം. കുറച്ച് ദീർഘകാലത്തേക്ക് നിക്ഷേപം, സാധാരണ നമ്മൾ 2 വർഷം 3 വർഷത്തൊക്കെ തന്നെ ഒരു ടൈം ഹൊറൈസൺ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയാം. ഇപ്പോൾ ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ സമയം വേണ്ടി വരും. കാരണം സാധാരണ അനിശ്ചിതത്വമാണല്ലോ നേരത്തെ പറഞ്ഞതുകൊണ്ട്. ഒരു ലോങ്ങർ ടൈം ഹൊറൈസൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നടത്തുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ തന്നെ ഭാവിയിൽ വളരെ ആകർഷണീയമായിട്ടുള്ള റിട്ടേൺസ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള
തകർച്ചകളൊക്കെ തന്നെ ഇന്ത്യയില് 1980-കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഓരോ തകർച്ചയും, ഇത്തവണത്തെ തകർച്ച എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുമ്പില്ലാത്തതാണ്. എങ്കിലും ഓരോ പ്രതിസന്ധിയും ഓരോ തകർച്ചയും അവസരമായിരുന്നു. ഇപ്പൊ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു തകർച്ചയാണ്, വലിയ പ്രതിസന്ധിയാണെന്ന് തർക്കമില്ല. പക്ഷെ അതുകൊണ്ടും തന്നെ കുറച്ചുകൂടെ ദീർഘമായ ഒരു കാഴ്ചപ്പാട്, ഒരു കാലവിളംബം ഉണ്ടെങ്കിൽ, ഒരു ടൈം ഹൊറൈസൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിക്ഷേപകർക്ക് ആകർഷണീയമായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ ശുഭാപ്തി വിശ്വാസത്തോടെ നിക്ഷേപം തുടരുക. പാനിക് ചെയ്തിട്ട് ഓഹരികളോ മ്യൂച്വൽ ഫണ്ടുകളോ റെഡീം ചെയ്യരുത്. ഇപ്പോൾ നല്ല ക്വാളിറ്റി സ്റ്റോക്സ് വിൽക്കരുത്. പണം ഉണ്ടെങ്കിൽ ചെറിയ ഘട്ടം എപ്പോഴും ഒരുമിച്ച് നിക്ഷേപിക്കുന്നതിന് പകരം ഒരു കാലിബ്രേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി, ഘട്ടം ഘട്ടമായിട്ട് പണം നിക്ഷേപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു നിക്ഷേപ തന്ത്രം. നിക്ഷേപകർക്ക് ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അതിനോടൊപ്പം കുറെ ചോദ്യങ്ങളുണ്ടെന്ന് എനിക്ക് അറിയാം. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഘട്ടത്തിലേക്ക് പോവാണ്. ശ്രീവിദ്യ, ഓവർ ടു യു ഫോർ ദ ക്വസ്റ്റ്യൻസ്. സർ, താങ്ക് യു. ആദ്യത്തെ ചോദ്യം, 3 വർഷം കഴിഞ്ഞുള്ള ഒരു ആവശ്യം മുന്നിൽ കണ്ട് ഇപ്പോ SIP ഇൻവെസ്റ്റ്മെന്റ് തുടരുന്നത് ഉചിതമായ തീരുമാനമാണോ? ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, സാധാരണ നമ്മൾ SIP നിക്ഷേപകരോട് പറയാ ഒരു 3 year ടൈം ഹൊറൈസൺ ഉണ്ടെങ്കിൽ, 3 to 4 years ഉണ്ടെങ്കിൽ SIP റിട്ടേൺസ് എപ്പോഴും പോസിറ്റീവ് റിട്ടേൺസ് കിട്ടുന്നത് തന്നെയാണ്. അത് ഇപ്പോ അത് മുഴുവനായിട്ട് പറയാനുള്ള ഒരു ആത്മവിശ്വാസം ഇല്ല എന്നുള്ളത് ഞാൻ വളരെ എളിമയോടെ അംഗീകരിക്കുന്നു. എങ്കിലും ഒരു 4 വർഷത്തോളം അതും കൂടുതൽ 4-5 വർഷം എന്ന് പറയാം. ഇപ്പം പഴയ ആ ഒരു നോം മാറ്റിയിട്ട് 4-5 വർഷത്തെ ഒരു ടൈം ഹൊറൈസൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും SIP തുടരുന്നതിന്റെ ഫലമായിട്ട് നല്ല റിട്ടേൺസ് ഉണ്ടാവും. 2021 കൂടി തന്നെ ലോക സമ്പദ് വ്യവസ്ഥ തിരിച്ചു വരാനാണ് സാധ്യത. കൊറോണ നമ്മുടെ കൂടെ എല്ലാ കാലവും ഒന്നും ഉണ്ടാവില്ല. ഇതിനു മുമ്പും വൈറസുകളൊക്കെ തന്നെ അവരുടെ വെറിലിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൺസേൺ ഉണ്ടാവുന്നത്. അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ തിരിച്ചു വരികയാണെങ്കിൽ, സമ്പദ് വ്യവസ്ഥ തിരിച്ചു വരുന്നതിനേക്കാളും ഷാർപ്പർ ആയിട്ടുള്ള തിരിച്ചുവരവാണ് വിപണിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർക്കണം. അപ്പൊ ഒരു 4-5 വർഷം എന്നുള്ള ഞാൻ അല്പം അതിനെ ഭേദഗതി എന്ന് പറയാണ്. അത്രയും ടൈം ഹൊറൈസൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് SIP ആയിട്ട് മുന്നോട്ട് പോകാം. സർ, അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യത്തിൽ ഏത് സെക്ടറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നാവുക? ഏത് സെക്ടർ ആയിരിക്കും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്റെ വിശകലനത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഫാർമസ്യൂട്ടിക്കൽസ്, ടെലികോം വളരെയധികം ആകർഷണീയമായിട്ടുള്ള സെക്ടേഴ്സ് ആണ്. IT ഒരു സേഫ് സെക്ടറാണ്. FMCG നല്ലൊരു സെക്ടറാണ്. പക്ഷേ ഈ ഒരു മാർക്കറ്റിനറിയാം, മാർക്കറ്റ് നമുക്കറിയാലോ, പെട്ടെന്ന് മാർക്കറ്റ് ഡിസ്കൗണ്ട് റിയാലിറ്റി, മാർക്കറ്റ് ഡിസ്കൗണ്ട് ഫ്യൂച്ചർ, ഇതൊക്കെ സ്റ്റോക്ക് പ്രൈസിൽ ഓൾറെഡി റിഫ്ലക്റ്റഡ് ആണ് കുറെ. അതേ സമയത്ത് തന്നെ ബാങ്കിങ് സെഗ്മെന്റിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ബാങ്കിങ് ഓഹരികളിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല സെക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പൊ അത് ഏറ്റവും അധികം ആകർഷണീയമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിക്കൊള്ളുന്നില്ല എന്നുള്ളതിന്റെ സൂചന. ഞാൻ നേരത്തെ അത് പറഞ്ഞു. ബാങ്കിങ് സെക്ടറിലെ ഏറ്റവും കരുത്തുള്ള 2-3 പ്രൈവറ്റ് സെക്ടർ, ടോപ്പ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, അത് ഏതാണെന്ന് നിക്ഷേപകർക്ക് അറിയാം. അത് നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറാം ഒരു 2 to 3 year പെർസ്പെക്റ്റീവ്. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി സെക്ടർ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ആകർഷണീയമായിട്ടുള്ള സെക്ടേഴ്സ് ടെലികോം, ഫാർമസ്യൂട്ടിക്കൽസ്, IT, FMCG ഇതാണ്. അടുത്ത ചോദ്യം, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഭാവി എന്തായിരിക്കും? ഭാവി വളരെ ശോഭനമായിരിക്കും, യാതൊരു തർക്കവും വേണ്ട. കാരണം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഇന്ത്യയിൽ വളർന്നു വരാനിരിക്കുന്ന വർഷങ്ങളിലൊക്കെ തന്നെ മുമ്പില്ലാത്ത രീതിയിലുള്ള വളർച്ചയുണ്ടാവും. ഇത് താൽക്കാലികമായിട്ടുള്ള പ്രതിസന്ധിയാണ്. വാസ്തവത്തില് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അനുഭവം പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ തന്നെ 2008-2009 ആഗോള സാമ്പത്തിക ധനകാര്യ തകർച്ചയുണ്ടായി, ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. ആ സമയത്തൊക്കെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച ആളുകൾക്ക് പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു 4-5 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് റിട്ടേൺസ് ആണ് ഉണ്ടാവുക. എപ്പോഴും ഒരു ക്രൈസിസ് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് റിട്ടേൺസ് ആയിരിക്കും. അപ്പോ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ഭാവിയെ കുറിച്ചിട്ട് യാതൊരു ആശങ്കകളും വേണ്ട.
താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഹഡിൽസ് പോലെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സും. ഓടി കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരു ഹഡിൽസ് പ്രത്യക്ഷപ്പെടും. അതിന് തരണം ചെയ്ത് പോകണം. തരണം ചെയ്ത് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തും. അത് വിജയകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. അടുത്ത ചോദ്യം, സമ്പദ്ഘടന തകർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വർണം മാത്രം എന്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നു? സ്വർണത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ സ്വർണത്തിനെ കുറിച്ച് പറയാറ് സേഫ് ഹേവൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. സേഫ് ഹേവൻ ചില ഏറ്റവും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ള സമയങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു താവളം ആണ്. അപ്പോൾ സുരക്ഷിതത്വമായിട്ടുള്ള ഒരു താവളത്തിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമം ഉണ്ടാവണം. അപ്പൊ ഇപ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു അൺപ്രസിഡന്റഡ് അൺസർട്ടനിറ്റി, അൺപ്രസിഡന്റഡ് ക്രൈസിസ്, അൺപ്രസിഡന്റഡ് അൺപ്രഡിക്റ്റബിലിറ്റി, ഇതെല്ലാം കൂടെ ചേരുന്ന സമയത്ത് കൂടുതൽ പണം സ്വർണത്തിലേക്ക് പോവുകയാണ്. പഴയ പോലെയല്ല. ഇപ്പൊ സ്വർണം എന്ന് പറഞ്ഞാൽ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യാം, ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഗ്ലോബലി തന്നെ സ്വർണത്തിൽ വ്യാപകമായിട്ടുള്ള നിക്ഷേപം നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ആ റുപ്പി ഡിപ്രീസിയേഷന്റെ ഗുണവും സ്വർണത്തിന്റെ വിലകളിലും ഉണ്ടായി. അതുകൊണ്ടാണ് സ്വർണം ഒരു ആകർഷണീയമായിട്ടുള്ള ഒരു നിക്ഷേപമായിട്ട് മാറുന്നവരെ. സ്വർണത്തിൽ നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും ഫിസിക്കൽ ഗോൾഡിന് പകരം ഒന്നുകിൽ ഗോൾഡ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് നമ്മൾ സ്വർണം ഇപ്പോൾ ഒരു ആഭരണമാണെങ്കിൽ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ ആൾക്കാരുണ്ടായിക്കോളുന്നില്ല. ജ്വല്ലറിക്കാർ പറയും അത് മാറിയിട്ട് വേറെ തരാന്ന് പറയും, ക്യാഷ് തന്നോളുന്നില്ല. ഇപ്പൊ ബുദ്ധിമുട്ടാണ്. പണ്ടം പണയം വെക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതേ സമയത്ത് ഗോൾഡ് ETF ഒക്കെ ആണെങ്കിൽ വളരെ ഉയർന്ന ലിക്വിഡിറ്റി ഉള്ള ഒരു അസറ്റ് ക്ലാസ് ആണ്. എപ്പോ വേണമെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാം. അപ്പോൾ ഗോൾഡിന്റെ വില വർദ്ധിക്കാനുള്ള കാരണം അതൊരു സുരക്ഷിതത്വമായിട്ടുള്ള താവളമായതുകൊണ്ടാണ്. ഇറ്റ് വിൽ ഓൾവേസ് ബി ലൈക്ക് ദാറ്റ്. താങ്ക് യു സർ. അടുത്ത ചോദ്യം, ദേശീയ പുനരുദ്ധാരണത്തിന് കേന്ദ്രം പ്രഖ്യാപിച്ച കരുതൽ നടപടി എത്രത്തോളം സ്റ്റോക്ക് മാർക്കറ്റിനെ താങ്ങായി വർദ്ധിക്കും? ഈ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുള്ള മോണിറ്ററി സ്റ്റിമുലസ്, ഇതെല്ലാം തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ പാക്കേജിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക, പണമില്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കുക, അതാണ് പ്രാമുഖ്യം. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓഹരി വിപണിയെ സപ്പോർട്ട് ചെയ്യാനല്ല. വിപണികൾക്ക് പ്രശ്നം അതിന്റെ ഒരു സപ്പോർട്ടായിട്ട് റിസർവ് ബാങ്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്കറിയാം ഫ്രാങ്ക്ലിൻ ടെംപിൾട്ടന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത്, റിഡംഷൻ പ്രഷർ കൂടിയ സമയത്ത് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ലിക്വിഡിറ്റി സപ്പോർട്ട് നൽകി 50,000 കോടി രൂപ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ആ ഒരു സപ്പോർട്ട് ഡിക്ലെയർ ചെയ്താൽ തന്നെ അത് വിപണിക്ക് ആശ്വാസം പകരുന്നതാണ്. അത്തരത്തിലുള്ള വളരെയധികം അഭിലഷണീയമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ റിസർവ് ബാങ്ക് നടത്തേണ്ടായിട്ടുണ്ട്. വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രചോദനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥ പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പോളിസി ഇനീഷ്യേറ്റീവ് ടു സപ്പോർട്ട് ദ മാർക്കറ്റ് ആവശ്യമില്ല. ഇക്കോണമി ഓപ്പൺ ചെയ്യുക, സാമ്പത്തിക പ്രക്രിയകൾ പുനരാരംഭിക്കുക, സ്വാഭാവികമായിട്ടും തൊഴിലവസരങ്ങൾ ഉണ്ടാവും, വരുമാനം ഉണ്ടാവും. അങ്ങനെ കമ്പനികളുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാവുന്ന സമയത്ത് കമ്പനികളുടെ ടോപ്പ് ലൈൻ വർദ്ധിക്കും, ബോട്ടം ലൈൻ വർദ്ധിക്കും, ഓഹരി വിപണി അത് പിന്നെ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യും, വിപണി മുകളിലേക്ക് പോകും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ചില നയങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ആ ഒരു പോളിസിയിലെ ചെറിയ മാറ്റം ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ എൻട്രി, ഈവൻ കോർ സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ എൻട്രി, സ്ട്രാറ്റജിക് ഏരിയാസ്, തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ അനുവദിച്ചിട്ടുണ്ട്. 74% FDI ഇൻ ഡിഫൻസ് മാനുഫാക്ചർ, കൂൾ ഇൻഡസ്ട്രീന്റെ കൂടുതൽ ലിബറലൈസേഷൻ, ഇതൊക്കെ തന്നെ ഒരു വിപണി സൗഹൃദ നടപടികളാണ് എന്ന് വേണം പറയാൻ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഏറ്റവും നല്ല വിപണി സൗഹൃദ പോളിസി എന്ന് പറയുന്നത് ഇക്കോണമിനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്, ഗ്രോത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും സാമ്പത്തിക ഉത്തേജന പാക്കേജിനെ കുറിച്ച് തന്നെയുള്ളൊരു ചോദ്യമാണ്.
പൊതുവിൽ ഈ സാമ്പത്തിക ഉത്തേജന പാക്കേജ് ബാങ്കിംഗ് മേഖലകളെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക, പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്? ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് കൂടുതൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞു NPAs വർദ്ധിക്കും, കാരണം ബിസിനസ് ഡൗൺ സൈക്കിളാണ്, ബാങ്ക്രപ്സീസ് ഉണ്ടായിരിക്കും, NPAs വർദ്ധിക്കും. അത് ബാങ്കിങ് ഓഹരികളെ ബാധിച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ അതേ സമയത്ത് തന്നെ ശക്തമായിട്ടുള്ള ബാലൻസ് ഷീറ്റുള്ള ബാങ്കുകൾ, പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലെ ടോപ്പ് ക്വാളിറ്റി നെയിം, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ പെർസെൻറ്റേജ് റിട്ടേൺസ് ചിലപ്പോൾ ചില സ്മോൾ ഓഹരികളിൽ നിന്ന് കിട്ടിയെന്ന് വരാം. പക്ഷെ ആ റിസ്ക് നമ്മളിപ്പോൾ എടുക്കരുത്. ടോപ്പ് ക്വാളിറ്റി നെയിംസ് ഇൻ ദി പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ്, അവർക്ക് ശക്തമായിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മാർക്കറ്റ് ഷെയർ ബാങ്കിങ്ങിൽ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ആ ഒരു മേഖല നോക്കിയിട്ട് നിക്ഷേപം നടത്തുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യം, കൊറോണയുടെ വാക്സിൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഓഹരി വിപണി പ്രതികരിക്കുക? ഇതൊരു മെഡിക്കൽ എക്സ്പെർട്ട് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. പക്ഷേ പൊതുവെ ഒരുപാട് ലോകത്തിലെ മുൻനിരയിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, സർക്കാരുകൾ, ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷനെ പോലെയുള്ള ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, ഇവരൊക്കെ 24/7 ഇന്ന് ഇതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു വാക്സിൻ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. ഒരുപക്ഷെ ചില ഒരു മിറാക്കുലസ് ബ്രേക്ക് ത്രൂവിന്റെ ഫലമായിട്ട് ഒരു എക്സിസ്റ്റിംഗ് ഡ്രഗിനെ ഇഫക്റ്റീവ് ആവുകയാണെങ്കിൽ അതും വളരെയധികം ഒരു ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം പെസിമിസ്റ്റിക് ആവണ്ട ഇതിനും. പക്ഷെ ഇനിയിപ്പോ ഒരു വാക്സിൻ ഉണ്ടായില്ല എന്ന് വിചാരിക്കുക, ഒരു വർഷത്തിനുള്ളിൽ ഒരു വാക്സിൻ ഉണ്ടായില്ലെങ്കിലും ഈ കൊറോണ അതിന്റെ ശക്തി ക്ഷയിച്ചിട്ട് വളരെയധികം ബലഹീനമായിട്ടുള്ള ഒരു ലോ ഗ്രേഡ് വൈറസ് ആയിട്ട് മാറും. ഇപ്പോഴത്തെ പ്രതാപമൊന്നും കൊറോണയ്ക്ക് ഒരു വർഷം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ അനുഭവം അങ്ങനെയാണ്. അപ്പോൾ ഒരു വാക്സിൻ പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിലും the virus will lose its virility and there will be a herd immunity among the people. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയൊരു ഭയാശങ്ക ഒരു വർഷത്തെ കാഴ്ചപ്പാടോട് നോക്കുമ്പോൾ വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, അടുത്ത ചോദ്യം, even reputed rating agencies like Moody's say that India's GDP growth will be zero, and that even what will be the state of affairs of Nifty? അത് ശരിയാണ്, സീറോ ഗ്രോത്ത് റേറ്റ് ആണ് മൂഡീസ് പറഞ്ഞിരിക്കുന്നത്. നൊമുറ പറഞ്ഞിരിക്കുന്നത് -5% ആണ്, കോൺട്രാക്ഷൻ ഇൻ GDP by 5%. അതോ അതിൽ കൂടുതലോ സംഭവിക്കാനാണ് സാധ്യത. കാരണം 2 മാസം ഇപ്പോൾ ഓൾറെഡി പോയല്ലോ, മെയിൻ ഇക്കണോമിക് ആക്ടിവിറ്റി ഒക്കെ പോയി. അപ്പോൾ ഇപ്പോ ഉള്ളൊരു കൺസെൻസസ് GDP കോൺട്രാക്ഷൻ തന്നെയാണ്, അല്ലാണ്ട് ഫ്ലാറ്റ് GDPയോ ഗ്രോത്തോ അല്ല. ഇനിയിപ്പോ ജൂണില് ഇക്കണോമിക് ആക്ടിവിറ്റി ഒക്കെ ഓപ്പൺ അപ്പ് ചെയ്താലും ഭാഗികമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടത് ഈ വർഷം തിരിച്ചെടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോ നെഗറ്റീവ് ഗ്രോത്ത് എന്നുള്ളതാണ് ഈ വർഷത്തേക്കുള്ള ഒരു നോർമൽ ആയിട്ട് പൊതുവെ ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെയാവാനാണ് സാധ്യത. മാർക്കറ്റ് അത് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടുമുണ്ട്. ബട്ട് ദെൻ വി ക്യാൻ കം ബാക്ക് വെരി സ്ട്രോങ് ദ നെക്സ്റ്റ് ഇയർ 2021-22. സർ, അടുത്ത ചോദ്യം, കൊറോണയുടെ ലോക്ക്ഡൌണിന് ശേഷം ഏത് സെക്ടർ ആയിരിക്കും പെട്ടെന്ന് റിക്കവർ ആവുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു ശ്രീവിദ്യ, അത് ആവർത്തിക്കുന്ന കാര്യമില്ല, ഇത് വളരെ വിശദീകരിച്ചു. ഓക്കെ സർ, അടുത്ത ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ദ ബെസ്റ്റ് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ റൈറ്റ് നൗ ഫോർ ലോങ് ടേം? കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. വൺ ടൈം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്കിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഉള്ളത്. വിപണി മാർച്ച് മാസത്തിൽ ക്രൈസിസ് അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ട് ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ച സമയത്ത് വലിയ തകർച്ചയുണ്ടായല്ലോ. നിഫ്റ്റി 7511 എന്നുള്ള ഒരു നിലവാരത്തിലെത്തിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ നിന്ന് നമ്മൾ പിന്നീട് ഒരു 50% മുകളിലേക്ക് വന്ന് 9800 മുകളിലായി. ഇപ്പോഴും വിപണി ഏകദേശം മാർച്ച് ലോയിൽ നിന്ന് 40% അടുത്ത് മുകളിലാണ്. ഇനിയും താഴത്തേക്ക് പോവില്ല എന്ന് നമുക്കൊന്ന് പറയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ അൺസർട്ടൺ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. ഈവൻ വാറൻ ബഫറ്റ് സേസ് he can't predict anything.
അതുകൊണ്ട് നമ്മളിപ്പോൾ പറയാ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുകയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ നടത്തുന്നതായിരിക്കും നല്ലത്. വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഒരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിലൂടെ ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപിച്ചിട്ട് ആ ലിക്വിഡ് ഫണ്ടിൽ നിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള കാലയളവിൽ കൂടുതൽ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ആയിക്കോളും, എല്ലാ മാസം വേണമെന്നില്ല, എല്ലാ ആഴ്ചയും ഒരു നിശ്ചിത തുക ഇക്വിറ്റി ഫണ്ടിലേക്കും ഹൈബ്രിഡ് ഫണ്ടിലേക്കും, അവിടെയും പ്രിഫറൻസ് കൊടുക്കേണ്ടത് ലാർജ് ക്യാപ് ഫണ്ടുകൾക്കും ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾക്കും ആയിരിക്കണം, മൾട്ടി ക്യാപ് ഫണ്ടുകൾക്കും ആയിരിക്കണം. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ആണ് ഇപ്പോൾ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും അധികം ശുപാർശ ചെയ്യാൻ, സേഫ് ആയിട്ട് ശുപാർശ ചെയ്യാൻ പറ്റുന്നത്. സർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫിനാൻസ് സെക്ടർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു തീരുമാനമാണോ? ഇതും വിശദീകരിച്ചാണ് ശ്രീവിദ്യ. ഫിനാൻഷ്യൽ സെക്ടറിൽ കാര്യമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ്. ഞാൻ നേരത്തെ അതിന് ഒന്ന് വിപുലീകരിച്ച് വിശദീകരിക്കുകയുണ്ടായി. ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്പനികളുണ്ടല്ലോ. അതിൽ ബാങ്കുകളുണ്ട്, ബാങ്കുകളിൽ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, ലാർജ് ബാങ്ക്സ് ഉണ്ട്, മീഡിയം സ്മോൾ ബാങ്ക്സ് ഉണ്ട്, സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് ഉണ്ട്, NBFCs ഉണ്ട്. NBFCസിന്റെ പല വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അതിൽ NBFCസിനെ കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഗോൾഡ് ലോൺ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതൽ പ്ലെഡ്ജിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സെഗ്മെന്റ് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു സെഗ്മെന്റ് ആണ് ഫൈനാൻഷ്യൽസിൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലി എൻ്റെ ഒരു പ്രിഫറൻസ് ബാങ്കിങ്ങിലെ ടോപ്പ് ക്വാളിറ്റി നെയിംസ് ആണ്. ടോപ്പ് ക്വാളിറ്റി 2 or 3 നെയിംസ്. കാരണം ഈ വലിയ ബാങ്കുകൾക്ക് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള അവരുടെ ശക്തമായിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് മാറുന്നത്. ഇനി ചോദ്യങ്ങളുണ്ടോ? ഇല്ല, കഴിഞ്ഞു ചോദ്യങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ നമുക്കത് സമറൈസ് ചെയ്യാം. അപ്പൊ ഇത് പറഞ്ഞതിന്റെ രക്തം ചുരുക്കം ഇതാണ്. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. 1930കളുടെ ആഗോള സാമ്പത്തിക മാന്ദ്യ കാലഘട്ടത്തിൽ പോലും ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നില്ല. ഈവൻ ഒന്നാം കാലത്ത് പോലും ഉണ്ടായിരുന്നില്ല. യുദ്ധമോ അതിന്റെ നശീകരണം ഉണ്ടായിരുന്നു, അത് കാര്യമില്ല. കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി this is the first experience in modern times. അതുകൊണ്ട് തന്നെ പ്രെഡിക്റ്റബിലിറ്റി കൃത്യമായി എന്തൊക്കെയായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. You can't predict how this is going to pan out, what will be the impact on the economy, what will be the impact on the markets. പക്ഷേ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഡേറ്റ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും ഹോട്ട്സ്പോട്ട്സ് ആയിട്ടുള്ള രാജ്യങ്ങളിലടക്കം ഡെത്ത് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും കുറച്ച് മാസങ്ങൾ കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ വൈറസിന്റെ വെറിലിറ്റി കുറയും. അതിന്റെ ഫലമായിട്ട് വെറിലിറ്റി കുറയുന്നതിന് മുമ്പ് തന്നെ ഒരു കുറെ കൂടുതൽ ഒരു കമ്മ്യൂണൽ സോഷ്യൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ, അതിന്റെ ഒരു ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് തന്നെ ഇക്കോണമീനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം, ഐ ക്യാൻ ഗോ റോങ്, ഞാൻ പറയാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അടുത്ത വർഷത്തിൽ ഇക്കോണമിയിൽ നല്ലൊരു റീബൗണ്ട് ഉണ്ടായിരിക്കും. ഇക്കോണമിയിൽ റീബൗണ്ട് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ്സിലും റീബൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചുരുക്കി പറയുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ്, ടെലികോം, FMCG, ടോപ്പ് ക്വാളിറ്റി നെയിംസ് ഇൻ ദ ഫൈനാൻഷ്യൽ സെക്ടർ, ഇതാണ് ഏറ്റവും നല്ല സെക്ടറൽ ബെറ്റ്സ്. ഒഴിവാക്കേണ്ടതും ഞാൻ ചില മേഖലകളെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും നിക്ഷേപകർക്ക് ഏറ്റവും ചെയ്യാൻ സാധിക്കുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെയുള്ള ഒരു 2 year 3 year ടൈം ഹൊറൈസൺ പോരാ. കാരണം അൺപ്രസിഡന്റ് ആയത് കാരണം ഒരു അൺപ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണം. സോ കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ്, ബൈ ഗുഡ് ക്വാളിറ്റി നെയിംസ് ഓൺ ഡിക്ലൈൻസ്, invest systematically, and let us hope for the best. Thank you very much for participating in this webinar. Thank you very much. Thank you, participant.